അപ്പോൾ ഇവൻ പറഞ്ഞു, എന്താ ഉസ്താദെ ചെയ്യേണ്ടത്? അല്ല, നിങ്ങൾ എന്താക്കണമെന്നറിയാം, ഒരു കോഴി സുബ്രഹ്മണ്യത്തും ഒരു കോഴി ഉള്ളാളത്തും കൊടുക്കാം. അപ്പം എന്താവും? നാഗദോഷം പോവും. ഒരു ഉസ്താദ് പറഞ്ഞതാ. ഉസ്താദിൻ്റെ അടുത്ത് എന്താണ് സീറെന്തോ വച്ചപ്പോൾ പോയപ്പോൾ ഉസ്താദ് നോക്കി കണക്കിങ്ങനെ നോക്കിയിട്ട് പറഞ്ഞ്, എനിക്ക് സീറുമുണ്ട് നാഗദോഷമുണ്ട്. ഇവൻ ആകെ അന്തം വിട്ട്, എന്താണ് പടച്ചോൻ ഉസ്താദ് പറയുന്നത്? നാഗദോഷം. നിസ്കരിക്കാത്ത ദോഷമുണ്ട്, നാഗദോഷം ഞാൻ കേട്ടിട്ടില്ല. അപ്പം ഈ ഉസ്താദ് അപ്പം എന്താക്കണം ഉസ്താദ്? എന്താക്കണ്ട, നീ ഒരു കോഴി സുബ്രഹ്മണ്യത്തും ഒരു കോഴി ഇടയില്ല ഉള്ളാളത്തും കൊടുത്താൽ മതി. ഉള്ളാളത്ത് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം, സുബ്രഹ്മണ്യത്ത് ഞാൻ കൊടുക്കാം. ഈമാൻ തെറ്റി. ബഹുമാനമുള്ള മോമിനിങ്ങളെ, വിവരമില്ലാതെ ഏറ്റവും വലിയ തെളിവാണത്. എന്താണ് സുബ്രഹ്മണ്യത്തും ഈടുത്ത ഷെയ്ത്താനില്ലേ, സുബ്രഹ്മണ്യത്തെ ഷെയ്ത്താൻ ഈടുത്ത ഷെയ്ത്താൻ ഡിഗ്രി ഒന്ന് തന്നെയാണ്. അത് സുബ്രഹ്മണ്യത്തിൻ്റെ പോകണമെന്നില്ല. അത് പിന്നെ ഇവിടെ വേറൊരു അമ്പലമുണ്ട്, കാണത്തൂർ. അവിടെ കുറേ കള്ളന്മാർ പോകുന്നവർ എല്ലാം കള്ളന്മാരാണ്. അവർ വലിയ കള്ളന്മാരാണ്, ഇവരും വലിയ കള്ളന്മാരാണ്. ഈമാൻ നഷ്ടപ്പെട്ടു പോകും. ബഹുമാനമുള്ള മോമിനിങ്ങളെ, ഹറാമാണ്. എൻ്റെ അവിടെ കാണത്തൂർ എന്താ ഷെയ്ത്താൻ, ഇങ്ങ് ഇവിടെ ഷെയ്ത്താനില്ലേ? അവിടെ പോണ നിങ്ങൾ ഓരോ നാട്ടിൽ തന്നെ ഷെയ്ത്താനില്ലേ? പിന്നെ എന്തിനാണ് കാണത്തൂർ ഷെയ്ത്താനും പിന്നെ അതുപോലെ തന്നെ സുബ്രഹ്മണ്യ ഷെയ്ത്താനും ഒന്ന് തന്നെയാണ്, ഡിഗ്രി കുറവൊന്നുമില്ല. അതുപോലെ നിങ്ങൾ ഇവിടെയുള്ള ഷെയ്ത്താനും പിന്നെ എൻ്റെ ഷെയ്ത്താനില്ലേ? വളരെ ടെൻഷൻ. നമ്മളിൽ തന്നെ എന്താണ് കുറേ ആൾ കണക്ക് വെക്കാൻ അവിടെ പോകുന്നുണ്ട്. ഹറാമാണ്, ഈമാൻ തെറ്റിപ്പോകും. മാത്രമല്ല മുർത്തദ്ദുമാണ്, ഇസ്ലാം ഒന്ന് പുറത്തു പോകുന്ന. ബഹുമാനമുള്ള മോമിനിങ്ങളെ, എന്തൊരു അവസ്ഥയാണ്! എല്ലാം കാണത്തില്ല. എന്താ കാണത്തില്ല? ഷെയ്ത്താൻ ആടെ ഷെയ്ത്താൻ എന്താ? എന്ത് ഷെയ്ത്താനത്? ഞാൻ വലിയ ഷെയ്ത്താനായാലും വലിയ ഷെയ്ത്താൻ അവിടെ ഉള്ളൂ. നമ്മളെന്നെ ഷെയ്ത്താൻ പറ. അപ്പോൾ ഈമാൻ എന്താണ്? നിലക്ക് നഷ്ടപ്പെട്ടു പോവുകയാണ്. അത് കണക്ക് വെച്ച് കൊടുത്ത് എവിടെ പോകും അവിടെ? അത് എന്തായാലും തിരക്കുകളില്ല. ഞാൻ പറഞ്ഞാൽ ഇപ്പം കുറേ ദിക്ർ ചെല്ലുന്ന കുറേ കള്ളന്മാരാണ്. നിസ്കരിക്കൊന്നും വേണ്ട. അത് വലിയ നരകത്തിൻ്റെ വഴിയിലേക്കാണ് പോകുന്നത്. അതറിയണ്ടേ? സലാത്ത് മാത്രം നിസ്കാരമൊന്നും വേണ്ട, സ്വർഗ്ഗത്തിൽ പോവാന്ന. പിന്നെ ഞങ്ങൾക്ക് ഇത്രയെല്ലാം പണിയുണ്ട. പിന്നെ കുറേ കള്ളന്മാരെന്താണെന്നറിയോ, ഉമ്മാനെയും ഉപ്പാനെയും തച്ചിട്ടുണ്ടാവും. തച്ച് പൊടി അല്ലെങ്കിൽ സ്വന്തം ഭാര്യയെ തച്ച് ഒരൊറ്റ കയറ്റെടുത്തേക്ക് അറിയാം. അജ്മീർ പോയി കണ്ടെന്ന് ഉരുണ്ടിട്ട് എല്ലാം അവിടെ കണ്ടു. കിട്ടി, എല്ലാ ബിരുദാണെന്ന് കിട്ടി. പോരായിട്ട് കുടിച്ച ഒരു പക്ഷിയും കൂടി കിട്ടോ, തീർന്നത്. ഇതാണ് അവസ്ഥ. പിന്നെ ഹാജ മൊയ്തീൻ തങ്ങൾക്ക് നിങ്ങൾക്ക് പിന്നെ ദർജ തരുന്ന പണിയാ? ഹാജ തങ്ങൾക്ക് നിങ്ങൾക്ക് ദർജ തരുന്നത് പണിയാ? ബഹുമാനമുള്ള മോമിനിങ്ങളെ, അങ്ങനെയാണെങ്കിൽ ഇപ്പം ഞങ്ങളെല്ലാം ഇവിടെ ഇരിക്കണം, ഞങ്ങൾ ഈ ഉസ്താദന്മാരോട് ഇരിക്കണം. ഞങ്ങൾക്ക് ആടെ പോയിട്ട് ഇരുന്നിട്ട് ദർജ കൊണ്ടു തന്നാൽ മതിയില്ലേ? വിവരക്കേടുന്നല്ലാതെ വേറെന്താ? ഉമ്മാനെയും ഉപ്പാനെയും തച്ചിട്ടുണ്ടാവും, പുറമെ ചിലപ്പോൾ ഉമ്മാനെയും കൊന്നിട്ടുണ്ടാവും. അല്ലെങ്കിൽ സ്വന്തം ഭാര്യയും എല്ലാം തച്ചങ്ങ് പൊടിയാക്കിയിട്ട് ഒരൊറ്റ കയറ്റം അങ്ങോട്ടേക്ക് മജിമേളിലേക്ക് കയറിയിട്ട് അവിടെ കടന്ന് ഉരുണ്ട് പടച്ചോനെയും അമ്മത് ഉഷാറായിപ്പോയല്ല. ഇവനിക്കെല്ലാം തെരഞ്ഞപ്പോൾ ഇവനിക്കറിയേണ്ട ഹാജ മൊയ്തീൻ തങ്ങൾ ആരാണെന്ന്. അപ്പോൾ ഓൻ കുറേ കടന്ന് ഉരുണ്ടിട്ടുണ്ടാവും. ഉരുണ്ട് കാണാൻ സ്വപ്നം ഇങ്ങനെ വന്നല്ല. അപ്പം നീ വന്നത് എനിക്കറിയാം, നിൻ്റെ കാര്യമില്ല, സ്വപ്നത്തിൽ കാണിക്കുക. അപ്പോൾ ഹാജാത്തങ്ങൾ ഫേഷനിൽ ആർക്ക് വരാം? ഇബ്ലീസിന് വരാൻ കഴിയുന്ന. റസൂലല്ലാത്ത ഏത് തങ്ങളെ വേഷത്തിൽ, ഇപ്പം എൻ്റെ വേഷത്തിൽ ഇബ്ലീസ് വരും, ഇരിക്കുന്ന ഉസ്താദിൻ്റെ വേഷത്തിൽ ഇബ്ലീസ് വരും. എല്ലാ ഇബ്ലീസിന്. റസൂലല്ലാത്ത എല്ലാ ഔലിയാക്കന്മാരുടെ വേഷത്തിൽ ഇബ്ലീസ്. അപ്പോൾ ഈ ഫോട്ടോ ഇങ്ങനെ കാണാം. അപ്പം പിന്നെ ഇവനിക്കറിയോ ഹാജ മൊയ്തീൻ തങ്ങൾ ആരാണ്? തങ്ങൾ പിന്നെ നീളുള്ളവരാണോ, അല്ല കറുത്തവരാണോ, അല്ല വെളുത്തവരാണോ, താടിയുള്ളവരാണോ, താടി ഇല്ലാത്തവരാണോ? ആർക്കും ഞാൻ നിങ്ങൾ കണ്ടില്ല, ആരും കണ്ടവരില്ല. അപ്പോൾ ഈ കൊണ്ടുപോയിട്ട് കടന്ന് ഉറങ്ങി ഇങ്ങനെ ഉമ്മാനെ തച്ചിട്ടല്ലേ പോകുന്നത്. ഉമ്മാനെയും തച്ച് അല്ല ഭാര്യനെ പൊട്ടിയാക്കി എല്ലാം പോയിട്ട് കടന്നിട്ട് ഇങ്ങനെ കിടക്കുമ്പോൾ നീ പറഞ്ഞു നിനക്കറിയാം, ഞാൻ തന്നെ ഹാജ. ഇബ്ലീസ് പറഞ്ഞു കൊടുക്കാം. താടി കാണുമ്പോൾ ശരിയാണ്, താടിയെല്ലാം വെച്ചിട്ടുണ്ട്, പിന്നെ ഒരു ബഡിയെല്ലാം കയ്യിലുണ്ട്, തസ്മിമാലുണ്ട്, പിന്നെ എൻ്റെ ബേജാറ് ഞാൻ തന്നെയല്ല ഹാജ. അപ്പോൾ ഇബ്ലീസ് ഇങ്ങനെ കാണിച്ചു കൊടുക്കും, ഞാൻ തന്നെ എൻ്റെ ഉദ്ദേശം എനിക്കറിയും, കാരണം നീ നേരത്തെ ഉമ്മാനെ തച്ചിട്ടെല്ലാം വന്നിട്ട് ഇരിക്കട്ടെ, പിന്നെ ഏതായാലും ഞാനും തന്നെ ഹാജ. ഇനി നീ ഇവിടെ ഇരിക്കണ്ട, നീ പോയിക്കോ, ഞാൻ അതിനെല്ലാം വഴിവെച്ചു. പിന്നെ എന്താണ് ഫാത്തിഹ ഓതിയിട്ട് കുറച്ച് ആദ്യം നിസ്കാരം പോകണം, പിന്നെ കുറച്ച് ആൾ കൂടുന്ന വരുമ്പോൾ പിന്നെ നിസ്കാരമൊന്നും വേണ്ട, പിന്നെ ദിക്ർ മാത്രം മതി, പിന്നെ ആൾ കൂടി ഇടേണ്ട പോളി ഇവർക്ക് ചെയ്യില്ല.
ബഹുമാനമുള്ള മുഅ്മിനീൻ. പിന്നെ വരുമ്പോഴോ പോരായിട്ട് ഒരു ദസ്മാലും പിടിച്ചോ, ഒരു പച്ച ഇട്ടോ, ഡിഗ്രി അതാ പച്ച ഇടല, ഔലിയാക്കന്മാരുടെ ഡിഗ്രി പച്ച ഇടല. അപ്പോൾ പച്ച ഇട്ട് പിന്നെ പടച്ചോൻ ഇവൻ വലിയ താടിയിലും വെച്ച് ഇത് മുഹമ്മദാണല്ലോ റബ്ബെ, ഞാൻ ആരെല്ലാം തച്ച് പൊടിയാക്കിയോ, ഇപ്പം വലിയ തെറിഞ്ഞ് കിട്ടി ജയിലിൽ പൊടി ഇടണം. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ അല്ലാഹുവിൻ്റെ ഔലിയാക്കന്മാർ ഒരിക്കലും അങ്ങനെയുള്ള ഒരു ദർജ കൊടുക്കൂല. അത് അള്ളാഹ് കൊടുക്കേണ്ടതാണ്. ഔലിയാക്കന്മാർക്ക് അതാ പണി. നിങ്ങൾക്ക് ദർജ ഉപ്പാനും ഉമ്മാനും തച്ചിട്ട് ദർജ കൊടുക്കില്ല. എന്നാൽ പിന്നെ ഞാൻ ഉസ്താദെല്ലാം ഇവിടെ ഇരിക്കണം. ഇവർക്കെല്ലാം പോയിട്ട് ഇവരതിൻ്റെ അഹലുകാരാണ്. കാരണം ഇവർ പഠിച്ചവരാണ്, എല്ലാം ഉള്ളവരാണ്. ഇവർക്ക് പോയിട്ട് അവിടെ കിടന്നിട്ട് ദർജ കിട്ടും. ഇവരെല്ലാം അവിടെ പോയാൽ മതി. ഇവിടെ ഒരു ഹത്തി ഭാഗം നിൽക്കണം. കുറേ കള്ളന്മാരങ്ങ് ഇറങ്ങിയിട്ടുണ്ട്, മസ്താന്മാർ. എന്ത് മസ്താവ് അല്ലാഹു വേണം, ദിക്ർ മാത്രം മതി. അള്ളാഹു നമ്മളെ കാത്ത് രക്ഷിക്കുമാറായിട്ട്. ഈമാൻ വേണം ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ. അപ്പോൾ പല നിലക്കുമാണ് നമ്മൾ ഈമാൻ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ സലാത്തിൻ്റെ മജ്ലിസിൽ നിന്ന് നമ്മളെല്ലാ സമയത്തും നിങ്ങളെ പണ്ഡിതന്മാരെ പറയാനോ ചീത്ത പറയാനോ നിങ്ങൾ പോയി പോകരുത് ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ. അതുകൊണ്ടാണ് നമ്മൾ ഇന്നലക്കുള്ള ശിക്ഷകളെല്ലാം അള്ളാഹു ഇറക്കിക്കൊണ്ടിരിക്കുന്നത്. വളരെ ശ്രദ്ധിച്ചു കൊള്ളണം ബഹുമാനമുള്ള നമ്മളെ. പിന്നെ കുട്ടികളിലെ അള്ളാഹു ശിക്ഷിച്ച് അള്ളാഹുവിന് ഒരു ദർജ തേടാനൊന്നുമില്ല. അതുകൊണ്ട് വളരെ മനസ്സിലാക്കണം ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ. ഞാനും നിങ്ങളും തെറ്റ് ചെയ്ത കാരണം കൊണ്ട്, കാരണം ഇതിൻ്റെ ഇടയ്ക്ക് ഞാൻ തന്നെ നിങ്ങളോട് ഒരു സംഗതി പറയാം. ഇതിൻ്റെ ഇടയ്ക്ക് ഒരു ചെറുപ്പക്കാരൻ, നല്ല ഉഷാറുള്ള ചെറുപ്പക്കാരനാണ്. അവനെന്താണ് ബോംബെയിൽ ജോലിയാണ്. ആ ജോലി ഓന് ഒരു മാസം ഡ്രൈവിംഗ് എടുക്കും. അതേ പിറ്റേ മാസം പറയും മുതലാളി നീ പോയിക്കോന്ന് പറയും. ഇവനിക്ക് ഒരു പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ എല്ലാ മാസവും അങ്ങനെ തന്നെ. ഒരു മാസം ജോലി എടുക്കും, പിറ്റേ മാസം പറയും മുതലാളി നീക്ക് ഇങ്ങനെ പോയിക്കോന്ന് പറയും. അങ്ങനെ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നു. പക്ഷേ ഈ ഒരു ദിവസം എൻ്റെ അടുത്ത് വന്നിട്ട് ഞാനും ഇങ്ങനെ ജോലി ഇല്ലയെന്ന് പറഞ്ഞു. എന്നാൽ ഞാൻ യാസീൻ ഒരു ബദരിങ്ങൾ ഇൻഷാ അല്ലാഹ് കിട്ടിപ്പോൾ. അങ്ങനെ 39-ാമത്തെ ദിവസം 40 ദിവസം ആകുമ്പോൾ 41 ദിവസം ഓതണം പറഞ്ഞ് 40-ാമത്തെ ദിവസം ആകുമ്പം എനിക്ക് നല്ല ജോലി കിട്ടി ഡ്രൈവിങ് എല്ലാം ആയി. അതേ പിറ്റേ മാസം അങ്ങനെ തന്നെ മുതലാളി പറഞ്ഞു നീ പോയിക്കോന്നാണ്. ഒരു തെറ്റുമില്ല. അപ്പം എൻ്റെ അടുത്ത് വീണ്ടും വന്ന് പറഞ്ഞു ഇങ്ങനെ ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മയും ബാപ്പയും ഉണ്ടോയെന്ന് ചോദിച്ചു. ഉമ്മയും ബാപ്പയും ഉണ്ടോയെന്ന് ചോദിച്ചു. എനിക്ക് ബാപ്പയില്ല, പിന്നെ ഉമ്മ ഉണ്ട്. ഞാൻ പിന്നെ ഇനി ഉമ്മാന് വല്ലതും ചെയ്യും. ഉമ്മാക്ക് ഞാൻ ചേല് പൊളിയിട്ടിനെന്ന് പറഞ്ഞു. ചേല് ഉമ്മാക്ക് പൊളിയിട്ടിനെന്ന് പറഞ്ഞു, നല്ല തച്ച് പൊടിയാക്കിയെന്ന് പറഞ്ഞു. എന്തേന്ന് ചോദിച്ചപ്പോൾ അത് എന്തോ ഒരു വിഷയം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഉമ്മാക്ക് പൊടിച്ചില്ല. അപ്പം ഞാൻ ഇട്ട് പൊടി നല്ല റാഹത്തില്ല. ഇത് ഇട്ടിട്ട് പോകാൻ പാഞ്ഞത് അടുത്തേക്ക് കൊല്ലം 4 പിന്നെ ഇവിടെ പിന്നെ ബോംബെയിൽ. അപ്പോൾ ഈ ഉമ്മ എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞിട്ടുണ്ട് എൻ്റെ മോനെ കാണുന്നില്ല. ഇത് ഞാനറിയില്ല കേട്ടോ. അപ്പോൾ ഞാൻ ഉമ്മാനോട് പറഞ്ഞു നിങ്ങൾ യാസിനോട് മോൻ വന്നോളൂ എന്ന് പറഞ്ഞു. ഈ മോനാണ് പിന്നെ ഞാൻ അറിഞ്ഞത്. അപ്പോൾ ഉമ്മ എന്നോട് പറഞ്ഞു ഞാൻ അങ്ങനെ 100 വരുന്നില്ലടേ. ഞാൻ പറഞ്ഞു നിങ്ങൾ യാസിനെ ഒതുക്കും മോൻ വന്നോളൂ എന്നാണ്. എനിക്കറിയാം ഈ മോനായത്. അപ്പോൾ ഉമ്മ അപ്പം എൻ്റെ അടുത്ത് വന്ന് ഈ മകൻ പറഞ്ഞു ഇങ്ങനെ സംഭവം പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് ഉമ്മാൻ്റെ അടുത്ത്. അപ്പോൾ ഇവൻ എന്നോട് കഥ പറഞ്ഞില്ല. ഞാൻ ഉമ്മാനെ തെച്ചിട്ട് പോയവനാണ് എന്നും എന്നോട് പറഞ്ഞിട്ടില്ല. ഞാൻ ഉമ്മാക്ക് പൊളിയിട്ടിനെ റാഹത്തിലെന്ന് പറഞ്ഞു. അത് തെറ്റ് ഞാൻ പോയതാണ്. അപ്പോൾ പോയ നോക്കുമ്പോൾ കഥ ഇങ്ങനെയായി. അപ്പം ഞാൻ അവനോട് പറഞ്ഞു നീ ഉമ്മാൻ എന്താക്കി തച്ചക്കും പൊളിയാണ്. അപ്പോൾ ഇനിയിപ്പോൾ എന്താക്കണോ നീ എന്തു ചെയ്യണ്ട, നീ ഉമ്മാൻ്റെ അടുത്ത് പോയിട്ട് കാലിലങ്ങ് വീണാം, കരഞ്ഞങ്ങ് വീഴ. അപ്പം ഞാനത് പറയും ചെയ്ത് ചിലപ്പോൾ ഉമ്മ വലിയ ബഡി എടുത്തിട്ട് 4 ഇടും പൊടി അത് നീ കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. ആയിക്കോട്ടെ ഞങ്ങളെന്ന് പറഞ്ഞു. ഞാൻ എന്നെ കൊണ്ടുപോകണമെന്ന് പറഞ്ഞു. കാരണം ഇവൻ്റെ ഇതല്ല. അങ്ങനെ ഞാൻ പറഞ്ഞ പോലെ ഓൻ പോയി. കാരണം ഓൻ പേടിച്ചുകൊണ്ടാണ് പോയത്. കാരണം ഓൻ പോയിട്ട് 4 കൊല്ലമായി. 4 കൊല്ലമാണല്ലോ ഓൻ പോയിട്ട് ഉമ്മാനെ കാണുന്നില്ല. അങ്ങനെ ഉമ്മ ആടെ എത്തുമ്പോൾ ഇവൻ വരുന്ന ഇവനിക്ക് ഉമ്മാക്ക് തിരിഞ്ഞത് എൻ്റെ മോൻ തന്നെയാണ് വരുന്നത്. വലിയ ബടി എടുത്തിട്ട് കേരളോട് 4 ഇട്ട് പൊളി ഉമ്മ. ഉമ്മ ചേല് തച്ചിട്ട് പറഞ്ഞു നീ നിൻ്റെ സൂക്കേട് ഇനാലെ മാറണമെന്നാണ്. അങ്ങനെയൊക്കെ ഓൻ കാലിൽ പണി കുറച്ച് ഉമ്മ ഞാൻ അറിവില്ലാതെ കൊണ്ട് ചെയ്താണ്. എൻ്റെ കയ്യിൽ നിന്ന് കുറേ തെറ്റ് വന്നിട്ടുണ്ട്. ഞാൻ ജോലി കയറിയിട്ടുണ്ട്. ജോലി ഇല്ലാതെ ഞാൻ കുറേ 1 മാസം ഉണ്ടാവും, പിന്നെ മറ്റേ മാസം പോകും. അപ്പോൾ തങ്ങളുടെ അടുത്ത് വന്നപ്പോൾ അപ്പം ആ ഉമ്മ പറഞ്ഞ് നീ വരാൻ വേണ്ടി തന്നെ ഞാൻ ഉമ്മ തങ്ങളുടെ അടുത്ത് പോയത്. ഞാനും യാസീൻ ഓതി നീ എന്നെ വരണ്ടെന്ന് പറഞ്ഞു. അപ്പം ഇപ്പം നോക്കുമ്പോൾ ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ ഉമ്മാനെ എല്ലാം ആ നിലക്ക് ചെയ്തത്. കാരണം ഇപ്പോൾ 4 ബസ് എടുത്തിട്ടുണ്ട്. എത്ര ബസ്? 4 ബസ്. അപ്പം ബഹുമാനമുള്ള ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ തെറ്റ് ചെയ്തതിൽ കാരണം കൊണ്ടാണ് അള്ളാഹു പല നിലക്ക് ശിക്ഷിക്കുക. വെറുതെ ശിക്ഷിക്കൂല.
അപ്പം തെറ്റ് ചെയ്ത കാരണം കൊണ്ടാണ് നമ്മളെ മക്കളെയും അള്ളാഹു ശിക്ഷിക്കുന്നത്. അത് ഉമ്മാനെയോ വാപ്പാനെയോ ആരാണ് എന്താണ് ഉമ്മാൻ്റെ സ്നേഹം ഉണ്ടാവില്ല, വാപ്പാക്ക് ഉണ്ടാവില്ല, അത് ഉറപ്പാണ്. കാരണം